ബുഡാപെസ്റ്റ് ഗാംബിറ്റിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ട്രാപ്പുകൾ കണ്ടാലോ. വൈറ്റ് D4 വെച്ച് കളി തുടങ്ങുന്നു, ബ്ലാക്ക് നൈറ്റ് F6 കളിക്കുന്നു, പോൺ ടു C4, പോൺ ടു E5. ഇതാണ് നമ്മുടെ ബുഡാപെസ്റ്റ് ഗാംബിറ്റ്. ഇവിടെ കാണാൻ സാധിക്കും സെൻറ്ററിലുള്ള ഒരു പോൺ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ബ്ലാക്ക്. ഇവിടെ വൈറ്റിന് രണ്ട് പോപ്പുലർ റെസ്പോൺസുകളാണുള്ളത്. ഒന്നെങ്കിൽ ഈ പോണിനെ വെറുതെ വെട്ടിയെടുക്കാം, സെൻറ്ററിലുള്ള ഒരു പോണിനെ വെട്ടിയെടുക്കുകയാണ്, ഫ്രീ ആയിട്ട് ഇടുന്ന ഒരു പോണാണ്. ഇതും അല്ലെങ്കിൽ വേറെ കളിക്കുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള മൂവാണ് പോൺ ടു D5. അപ്പോൾ രണ്ട് ലൈനിലെ ട്രാപ്പുകൾ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പോൺ ടു D5 എന്നുള്ള മൂവ് കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക് ജസ്റ്റ് ഡെവലപ്പ് ചെയ്യും, ബിഷപ്പ് ടു C5. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നൈറ്റ് ഡെവലപ്പ് ചെയ്തു, ബിഷപ്പും ഡെവലപ്പ് ചെയ്തു. അതുമാത്രമല്ല ഈ ഒരു F2 പോണിലേക്ക് ഒരു അറ്റാക്കിങ് കൊടുക്കുകയാണ്. ഇവിടെ വൈറ്റിന് കളിക്കാവുന്ന ഒരു നാച്ചുറൽ മൂവാണ് ബിഷപ്പ് ടു G5 എന്നുള്ള മൂവ്. കാരണം ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്തേക്കാണ്, ഈ നൈറ്റിന് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു മൂവ് തന്നെ ഒരു മിസ്റ്റേക്കാണ്. കാരണം ബ്ലാക്കിന് ഇവിടെ ജസ്റ്റ് നൈറ്റ് E4 കളിക്കാം. അതെ, ഇവിടെ ഒരു ക്യൂവിന് ഇവിടെ വെറുതെ കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ നേരെ വന്ന് ഈ ക്യൂവിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ബിഷപ്പ് ടു F2 ഇവിടെ ചെക്ക്മേറ്റ് ആണ്. ഇവിടെ കിങ്ങിന് പോകാൻ വേറെ സ്ക്വയർ ഒന്നുമില്ല. എന്നാൽ ഈ നൈറ്റ് ടു E4 കളിക്കുമ്പോൾ ഈ ഒരു ക്യൂവിനെ എടുക്കണമെന്ന് തന്നെ വൈറ്റിനില്ല. എന്നാൽ ഈ ഒരു ത്രെട്ടിനെതിരെ തടുക്കുകയും വേണം. ഇപ്പോൾ ബിഷപ്പിന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ക്യൂൻ വന്നിട്ട് നേരെ അതിനെ വെട്ടിയെടുക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്ക്വയർ ഒന്നും പറ്റില്ല, ഈ ഫോൺ കൺട്രോൾഡ് ആണ്. ഇനി അല്ലെങ്കിൽ ഈ ഒരു ഡയഗണൽ ബ്ലോക്ക് ചെയ്യാൻ E3ലേക്ക് വരണം. അതിന് പകരം ഇതുപോലെ F3 പോലത്തെ മൂവ് ഒന്നും നടക്കില്ല, കാരണം വീണ്ടും ബിഷപ്പ് ടു F2 ചെക്ക്മേറ്റ് വരും. അപ്പോൾ ആകെ ഇവിടെ വൈറ്റിന് കളിക്കാവുന്ന മൂവ് എന്ന് പറഞ്ഞാൽ ബിഷപ്പ് ടു E3 എന്ന് പറഞ്ഞ മൂവാണ്, ആ ഒരു ഡയഗണൽ അടച്ചു കളയാൻ. പക്ഷേ ഇതും ലൂസിങ് ആണ്. ബിഷപ്പ് ടേക്സ് E3, പോൺ ടേക്സ് ബിഷപ്പ്, ക്യൂൻ H4 ചെക്ക്. അപ്പോൾ ഇവിടെ വൈറ്റിന് കളിക്കാവുന്ന ആകെ ഒരു മൂവ് എന്ന് പറഞ്ഞാൽ G3 ആണ്, കാരണം ഈ സ്ക്വയേഴ്സ് എല്ലാം നൈറ്റ് ഗാർഡഡ് ആണ്. പക്ഷേ ഇവിടെ ജസ്റ്റ് നൈറ്റ് ടേക്സ് G3. ഇവിടെ ബ്ലാക്ക് കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു നൈറ്റിനെ വെട്ടിയെടുക്കാൻ സാധിക്കില്ല, കാരണം നേരിട്ട് പിൻ വരും. ആൻഡ് ഇവിടെ ബ്ലാക്ക് ഇവിടെ ഈസിലി വിൻ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലൈൻ. അപ്പോൾ ഇവിടെ ഒരു ബിഷപ്പ് G5 ശേഷം നൈറ്റ് E4 വളരെ ട്രിക്കി ആയിട്ടുള്ള ലൈനാണ്. ഈ ഒരു ലൈനിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വൈറ്റിന് ഭയങ്കര ചലഞ്ചായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ D5 കണ്ട ഒരു ട്രാപ്പ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒബ്വിയസ് മൂവ് ആയിട്ടുള്ള ഈ ഒരു പോണിനെ എടുക്കുക എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ട്രാപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പോണാണ് ഇവിടെ, സെൻട്രലിലുള്ള ഒരു പോൺ. ആ ഒരു പോണിനെ വെട്ടിയെടുത്തു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് ഇവിടെ കളിക്കുന്ന മൂവാണ് നൈറ്റ് G4. അപ്പോൾ ഈ മൂവിൻ്റെ ഐഡിയ തിരിച്ച് ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യാൻ കളിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള മൂവ് നൈറ്റ് F3 ആണ്. ഈ ഒരു പോണിനെ ഗാർഡ് ചെയ്യുന്നു. അപ്പോഴാണ് ബ്ലാക്ക് പോൺ ടു D6 കളിച്ചിട്ട് വീണ്ടും ഈ ഒരു പോണിനെ ചലഞ്ച് ചെയ്യുന്നത്. ഇവിടെ കാണാൻ സാധിക്കും രണ്ട് പീസുകൾ ഒരേ സമയം അറ്റാക്ക് ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വൈറ്റിൻ്റെ പോപ്പുലർ റെസ്പോൺസ് പോൺ ടേക്സ് പോൺ. ഇവിടെ നമ്മൾ ബിഷപ്പ് ടേക്സ് പോൺ കളിക്കുന്നു. അപ്പോൾ ഇവിടെ പലർക്കും, ഇവിടെ പല വൈറ്റ് പ്ലേയേഴ്സും പല ബിഗിനർ പ്ലേയേഴ്സും കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഇവിടെ പോൺ ടു H3 കളിച്ചിട്ട് ഇതുപോലത്തെ ഒരു ഇവിടെയുള്ള ഒരു നൈറ്റിനെ ഓടിച്ചു വിടുക എന്നുള്ളത്. കാരണം ഈ ഒരു നൈറ്റ് കുറച്ച് പിന്നീട് ക്യാസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് അപകടകാരിയാവുന്ന വൈറ്റിന് കാണുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവൊക്കെ കളിക്കുന്നത്. പക്ഷേ ഇതൊരു ബ്ലണ്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ബ്ലാക്കിനെ ഇവിടെ കളിക്കാവുന്ന ഒരു വിന്നിങ് മൂവിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആ ബ്രില്യൻ മൂവ് നോക്കാം. നൈറ്റ് ടേക്സ് F2. അപ്പോൾ ഇവിടെ ക്യൂവിനെയും റൂക്കിനെയും ഒരേ രീതിയിൽ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് രണ്ടിനെ ഒരേ സമയം സേവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന ഈ നൈറ്റിനെ വെട്ടിയെടുക്കുക എന്നുള്ളതാണ് ഒബ്വിയസ് ചോയ്സ്. പക്ഷേ ഇവിടെ ബിഷപ്പ് ടു G3 ചെക്ക്. പ്രത്യേകം ശ്രദ്ധിക്കണം, കിങ്ങും ക്യൂനും കൂടെയാണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ക്യൂവിനെ ആകെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പീസായിരുന്നു കിങ്. അപ്പോൾ കിങ്ങിന് എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ക്യൂൻ അൺപ്രൊട്ടക്റ്റഡ് ആയി. കിങ്ങിന് ആകെ പോകാൻ പറ്റുന്ന ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. ഈ ബിഷപ്പിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ക്യൂൻ ടേക്സ് ക്വീൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ബുഡാപെസ്റ്റ് ഗാംബിറ്റിലെ രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാപ്പ്. ഒരുപാട് ട്രാപ്പുകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.